ഹലോ ഗൈസ്, അടിപൊളി ഒരു എഗ്ഗ് കബാബുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എഗ്ഗ് കബാബ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം 4 മുട്ട ഞാനെടുത്ത് പാനിലിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പുഴുങ്ങട്ടെ. അപ്പോഴത്തേന് നമുക്ക് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, അപ്പം അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാം. പക്ഷേ മോൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. മല്ലിച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മല്ലിച്ചപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇടാത്തത്. ഉണ്ടെങ്കിൽ ഇടും, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇഞ്ചി ഇച്ചിരി അല്പം കൂടുതൽ വേണം. അപ്പോൾ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് മുമ്പ് നിൽക്കണം. അപ്പം നല്ലതുപോലെ മിക്സിയിൽ ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ഞാൻ മുട്ട റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ മുട്ട എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്യാം. എൻ്റെ ഒരു മുട്ട പൊട്ടിപ്പോയി. അപ്പം പോട്ടെ, ബാക്കി 3 മുട്ടയുണ്ട്. 6 പീസായിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എത്ര പിന്നെ പൊരിപ്പ് സാധനങ്ങളുണ്ടെങ്കിലും ശരി തന്നെ ഈ ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പ് മുറിക്കാൻ വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് എഗ്ഗ് കബാബ് ഇന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകിട്ട് ഇത് തന്നെ തയ്യാറാക്കണം. ഈ വീഡിയോ ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഇത് തന്നെ നിങ്ങൾ ഇന്നത്തെ നോയമ്പ് മുറിയിൽ സ്പെഷ്യലായിട്ട് ഇന്ന് നിങ്ങൾ തയ്യാറാക്കണം. അപ്പം നമുക്കത് നന്നായിട്ട് ഉരുട്ടി അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ തന്നെ ഓർത്ത് വയ്ക്കണം, ഈ മുട്ടയും ഈ ചമ്മന്തിയും ആ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിഞ്ഞിട്ട് നമ്മളത് കഴിക്കുന്ന ആ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പം ഞാൻ ഇത് വോയിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് നോക്കിയിട്ട് തന്നെയാണ്. അപ്പം ഞാൻ മിക്കുള്ള നോയമ്പിലും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ നോയമ്പിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പം 8 നോയമ്പായി. ഇന്ന് ആദ്യമാണ് ഞാനിന്ന് ഇത് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടു. അതിലേക്ക് കോൺഫ്ലവറും ഇട്ട് കൊടുത്തു. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തവർ ഒഴിവാക്കിക്കോ. പക്ഷേ എന്നാലും കോൺഫ്ലവർ ഇടുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഒരു ടേസ്റ്റിന് അതുപോലെ തന്നെ ഇത് പിന്നെ ബ്രെഡ് ക്രംസ് മസ്റ്റായിട്ടും വേണ്ടതാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റവപ്പൊടി മുക്കിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം അതിലും ടേസ്റ്റ് ഉണ്ട്. അപ്പം ബ്രെഡ് ക്രംസ് ഇല്ല എന്ന് നിങ്ങൾ ഒട്ടും ടെൻഷൻ വേണ്ട. ഈ ഒരു രീതി ചെയ്ത് നോക്കിയാലും ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇന്ന് ഞാനിത് കഴിച്ച് നോക്കിയിട്ടും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ റവപ്പൊടിയിൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് തന്നെ, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അതിലേക്കിട്ടിട്ട് അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ വിതറി കൊടുക്കാം. നന്നായിട്ട് ഫില്ലിങ്സൊക്കെ കറക്റ്റാക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വെറൈറ്റി ടേസ്റ്റായിട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നോയമ്പിനൊക്കെ വൈകിട്ട് നമുക്ക് നോയമ്പ് മുറിക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് പിന്നെ റവയിൽ മുക്കി നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 6 പീസ് ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പാനെടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് തന്നെ ഞാൻ എല്ലാ പീസും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ട് ഞാൻ പറയുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് നോയമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ വീഡിയോയിലും നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. വീഡിയോസൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.